ഒരു ചരിത്ര പദ്ധതി ഒടുവിൽ യാഥാർത്ഥ്യമാവുകയാണ്. ഇറ്റലിയെയും സിസിലി ദ്വീപിനെയും ബന്ധിപ്പിക്കുന്ന 3.7 കിലോമീറ്റർ നീളമുള്ള മെസീന കടലിടുക്ക് പാലത്തിന് അനുമതി നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി ജോർജിയ മെലോനിയുടെ സർക്കാർ. പൂർത്തിയായാൽ ഇത് ലോകത്തിലെ ഏറ്റവും നീളമേറിയ സിംഗിൾ സ്പാൻ സസ്പെൻഷൻ പാലമായി മാറും. എന്നാൽ ഈ ഭീമൻ നിർമ്മിതി വെറും ഒരു പൊതുമരാമത്ത് പദ്ധതിയല്ല. ഇറ്റലിയുടെ ദേശീയ പ്രതിരോധത്തിന് അത്യാവശ്യമായ അടിസ്ഥാന സൗകര്യ വികസനമായാണ് പ്രധാനമന്ത്രി മെലോനി ഇതിനെ പ്രഖ്യാപിച്ചത്. ഇതിന് പിന്നിൽ തന്ത്രപരമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് പറഞ്ഞാലോ? അതെ, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നാറ്റോയും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ച കടുത്ത സൈനിക ബജറ്റ് ലക്ഷ്യങ്ങൾ മറികടക്കാനുള്ള ഇറ്റലിയുടെ തന്ത്രമാണിത്. 2035ഓടെ എല്ലാ നാറ്റോ അംഗരാജ്യങ്ങളും തങ്ങളുടെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 5% പ്രതിരോധത്തിനായി ചെലവഴിക്കണമെന്നാണ് പുതിയ നിർദ്ദേശം. ഇത് നേരത്തെ 2% ഇതിനായി ശതകോടിക്കണക്കിന് ഡോളർ അധികമായി കണ്ടെത്താൻ നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതിരോധ ബജറ്റ് കൂട്ടാത്ത രാജ്യങ്ങളെ സംരക്ഷിക്കില്ല എന്നും യൂറോപ്പിൽ നിന്ന് US സൈന്യത്തെ പിൻവലിക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതിനകം തന്നെ ജർമ്മനിയിൽ നിന്ന് 5000 US സൈനികരെ പെന്റഗൺ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. കോവിഡ് മഹാമാരി ഏൽപ്പിച്ച ആഘാതവും അതിന് പിന്നാലെയുണ്ടായ പണപ്പെരുപ്പവും പലിശ നിരക്ക് വർധനവും കാരണം യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ദയനീയമാണ്. പ്രതിരോധത്തിനായി പണം കണ്ടെത്തണമെങ്കിൽ ജനങ്ങളുടെ സാമൂഹിക ക്ഷേമ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കേണ്ടി വരും. ഫ്രാൻസിലും UKയിലും തുടർച്ചയായി പ്രധാനമന്ത്രിമാർ മാറുന്ന തരത്തിലുള്ള രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് കാരണവും ഈ സാമ്പത്തിക ഞെരുക്കമാണ്. സ്പെയിൻ പോലുള്ള രാജ്യങ്ങൾ ഈ സൈനിക ലക്ഷ്യം പാലിക്കില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇറ്റലി തങ്ങളുടെ ബജറ്റ് തകരാതിരിക്കാൻ ഈ പുതുതന്ത്രം തയ്യാറാക്കിയിരിക്കുന്നത്. പാലം നിർമ്മാണത്തെ പ്രതിരോധ പദ്ധതിയായി തരംതിരിക്കുന്നതിലൂടെ വലിയൊരു തുക സൈനിക ചെലവായി നാറ്റോ കണക്കുകളിൽ കാണിക്കാൻ ഇറ്റലിക്ക് സാധിക്കും. എന്തായാലും ട്രംപിന്റെ സമ്മർദ്ദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇറ്റലി കണ്ടെത്തിയ പാലം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയും തമ്മിലുള്ള വാക്പോര് കൂടുതൽ രൂക്ഷമാവുകയാണ്. തുർക്കിയിൽ നടക്കാനിരിക്കുന്ന നാറ്റോ ഉച്ചകോടിക്ക് മുന്നോടിയായി മെലോണിക്ക് തന്നോട് ആരാധനയാണെന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള ഒരു മീം ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചിരുന്നു. മെലോണി തന്നോട് ഫോട്ടോയ്ക്ക് വേണ്ടി അപേക്ഷിച്ചു എന്നാരോപിച്ച ദിവസങ്ങൾക്ക് ശേഷമാണ് ട്രംപിന്റെ പുതിയ പരിഹാസം എത്തിയത്. കഴിഞ്ഞ G7 ഉച്ചകോടിക്കിടെ തന്നോടൊപ്പം ഫോട്ടോ എടുക്കാൻ മെലോണി പലതവണ അപേക്ഷിച്ചുവെന്ന് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഈ ആരോപണം പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണെന്നും താൻ ആരോടും യാചിക്കാറില്ല എന്നും മെലോണി ശക്തമായി തിരിച്ചടിച്ചു. താൻ അമേരിക്കൻ വിരുദ്ധയല്ല എന്നും എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ആത്മാർത്ഥതയുടെ അടിസ്ഥാനത്തിലായിരിക്കണമെന്ന് മെലോണി വ്യക്തമാക്കി. ഇരു നേതാക്കളും തമ്മിലുള്ള ബന്ധം വഷളായതോടെ വാഷിംഗ്ടണിലേക്കുള്ള ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രി അന്റോണിയോ തജാനിയുടെ സന്ദർശനം റദ്ദാക്കിയിരുന്നു. ഇറാനെതിരായ അമേരിക്കയുടെ നീക്കങ്ങൾക്ക് പിന്തുണ നൽകാൻ ഇറ്റലി വിമുഖത കാണിച്ചതാണ് ഇരു നേതാക്കളും തമ്മിലുള്ള ബന്ധം വഷളാകാൻ കാരണമായതെന്നാണ് സൂചന. കൂടാതെ യൂറോപ്പിലെ ഇമിഗ്രേഷൻ, ഊർജ്ജ നയങ്ങൾ എന്നിവയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ വരുത്തുന്ന വീഴ്ചകളെ ട്രംപ് വിമർശിക്കുകയും തർക്കത്തിന് ആക്കം കൂട്ടുകയും ചെയ്തു. തുർക്കിയിൽ വെച്ച് നടക്കുന്ന നാറ്റോ ഉച്ചകോടിയിൽ ഇരു നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയുണ്ടെങ്കിലും നിലവിലെ സാഹചര്യം ഉച്ചകോടിയിലെ ചർച്ചകളെ ബാധിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.